നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ബ്രേക്കിലാണ്. വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഈ പുച്ഛം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കാണാൻ പറ്റും. ഞാൻ അത് എഴുതി ചേർത്തുകൂടെ പതുവിൻ്റെ പുച്ഛം. വല്ലപ്പോഴും കിട്ടുന്ന സ്ഥാനമാനങ്ങളാണ്. അപ്പം നമ്മൾ അംഗീകരിക്കേണ്ടത്. ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? Those people are no. ഞാൻ നേരത്തെ മറ്റേതാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ സ്ഥിരം സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. This is Devika and this is Padma. പതു പിന്നെ എന്തൊക്കെ ഫോട്ടോ എടുക്കാനൊരു അവസരം കിട്ടി. അത് ഞാൻ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പറയാനുള്ള ശ്രീദീപ് സാറിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്ത വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഞാൻ ആക്ച്വലി പോലെയാണെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. അത്രയ്ക്ക് മോശമായിട്ടാണ് ഞങ്ങൾക്ക് കടിച്ചു. അത് നിങ്ങള് ഞാനും എന്റെ ശ്രീദീപ് സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ചങ്കും ചങ്കുമാണ്. നീയൊക്കെ എന്റെ ക്ലാസ്മേറ്റ്സ് അല്ലേ? എന്നാലും പോട്ടെ, നല്ല രസമുണ്ടായിരുന്നു. നല്ലതായിരുന്നു. ബിഗ് ഫാൻ മാം. ഞങ്ങൾക്ക് ഒരു ഇടിച്ചൊക്കെ വേണം ഇടയ്ക്ക്. നീ ഇത്ര നന്നായിട്ട് ചെയ്യുന്നു ഞാൻ അറിഞ്ഞില്ല. അത് വേറെ ഏതോ നല്ല ആളാന്ന് അവള് വിചാരിച്ചേ. എനിക്കറിയായിരുന്നു നീ ആയിരിക്കും. ഇല്ല, ഞാൻ സത്യമായിട്ടും പോലെ ആയിരിക്കില്ല. ചാൻസ് ഇല്ല. ഇത്ര നന്നായി അവള് നിന്നെ കുറച്ചുണ്ടടി. ഗൈസ് എന്നെ കുറച്ച് കാണുന്നു. അപ്പൊ നീ എന്തെങ്കിലും ഇവക്ക് പറ്റിയ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഞാനത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രാങ്ക് ആണോ? ഹായ്, സേ ഹായ്. അക്കു യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഗൈസ് പതു എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഗായ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അക്കു എന്ന് പറഞ്ഞാൽ ചെസ് മാസ്റ്റർ ആണ്. അത്ലറ്റും ആണ്. വേഗം പിന്നെ പഠിപ്പിയാണ്. കഴിഞ്ഞ കുട്ടിയുടെ ചിരി കാണാൻ ഭംഗിയാന്നാരോ പറഞ്ഞതിന് ക്രഷ് അടിച്ച്. ഓ, നമ്മുടെ ഒന്നും ചിരി കണ്ട് ക്രഷ് അടിക്കാൻ ആൾക്കാരില്ലേ? എടി ഞാനും കാണാറുണ്ടെടി. അങ്ങനെയാണ് ശ്രീദീപ് സാറും കാണാറുണ്ട്. എന്താ ഇതൊക്കെ കാണുന്ന ബിഗ് ബോസിനെ അപമാനിക്കല്ലേ? അപ്പൊ ദേവിക പറഞ്ഞത് ദേവിക എന്റെ ഹേറ്ററാണ്. ഇത് നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന നഗ്നമായ സത്യമാണ്. അതെ, അതുകൊണ്ട് തന്നെ ദേവികയുടെ അഭിപ്രായത്തിൽ നമ്മൾ യോജിക്കുന്നില്ല. അതെ, നമ്മൾ യോജിക്കുന്നില്ല. ഇനി കൂടുതൽ എനിക്ക് പനിയാന്ന് തോന്നുന്നത്. കണ്ടോ ഗൈസ്? എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് പനിയാന്ന് തോന്നുന്നു ഗൈസ്. നമ്മളിപ്പോൾ ലിഫ്റ്റിലാണ്. അതെ ഗൈസ്, കോളേജ് പിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഓടിച്ച് കളിക്കുക വിദ്യുതാന്ന് പറഞ്ഞു. നമ്മളിപ്പോ എവിടെ പോവാ? നമ്മൾ സ്റ്റോൾ കാണാൻ പോകുന്നു ഗൈസ്. സബ്സ്ക്രൈബേഴ്സ് ആണ് കണ്ടാ ഗൈസ്. അങ്ങനെ എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സിനെ കൂടെ 2 പേരെയും കൂടെ നീ കൊല്ലുവല്ലോ. അതെ, ഇനി നമുക്ക് പരിചയക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. അവരുടെ സബ്സ്ക്രിപ്ഷൻ വാങ്ങാം. നോട്ട് ലൈക്ക് ദാറ്റ്. ഐ എം നോട്ട് ഹെറർ. നിങ്ങൾ കാണുന്നതല്ലേ ഞാൻ ഭയങ്കര ഫണ്ണിയാണെന്ന്. നോക്ക് എത്രാമത്തെയാ? ദേവിക ഫൈനലി ഒരു ചായ ഓഫർ ചെയ്തു. ഒന്നും എനിക്ക് തന്നില്ല ഗൈസ്. നമ്മളിപ്പോ ചിക്കൻ പക്കോട കഴിക്കാണ്.
ഇതാണ് എന്റെ ജൂനിയർ ഗോവിൻ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നീ പൂനല്ല കൊണ്ടുവരും. അത് മാറ്റി അല്ല സിമ്പിളി പോനെ. നമ്മളിപ്പം ഐസ്ക്രീം വാങ്ങാൻ പോവുകയാണ്. യൂട്യൂബർ ഭുവനയാണ് എല്ലാത്തിനും സ്പോൺസർ. അതെ 10 മിനിറ്റ് ഓഫറാണ്. യെസ് 10 മിനിറ്റിൽ ഓഫർ അവസാനിക്കും. ഇല്ല ഇല്ല ആ കുട്ടികൾ ചോക്ലേറ്റ് ആണ് കഴിക്കുന്നത്. സോ ഇവിടെ ചോക്ലേറ്റ് തീർന്നെങ്കിൽ തീർന്നു. ഞാൻ സ്പാനിഷ് ഡിലൈറ്റ് എടുത്തത്. ഗോപ്സ് ബട്ടർ സ്കോച്ച് ആണ് എടുത്തത്. ഞാൻ മനസ്സിൽ അഞ്ജലി ചോക്ലേറ്റ് എടുത്തത്. ഞാൻ നോക്കിയപ്പോൾ ആകാശം കാണാൻ ഒരു എന്തോ രസം തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ കരുതി അതുകൂടെ കാണിക്കാമെന്ന്. അതുപോലെ ബെല്ലൈക്കണും അടിക്കണം. നല്ല നോട്ടിഫിക്കേഷൻ